ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ തന്നെ ഇതാണ് അവസ്ഥ. ദാ ചന്ദ്രൻ ഉദിച്ചു തുടങ്ങി. അതാ ആ പുള്ളിക്കാരൻ താഴേക്ക് പോകുന്നു. എന്തൊരു അവസ്ഥയാണ് ഇത്. അപ്പം നമുക്ക് വേഗം നമ്മളെ പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം മരം വെട്ടി വെപ്പൺസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് 6 മരം കിട്ടി. ഇനി ഇത് വേഗം പ്ലാങ്ക് ആക്കി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പിന്നെ സ്റ്റിക്കും എടുത്ത് ഇനി വേഗം വെപ്പൺസ് ഉണ്ടാക്കാം. വെപ്പൺസ് ഉണ്ടാക്കി ഓക്കെ, നമുക്ക് മെയിനായിട്ട് വേണ്ട 3 വെപ്പൺസ് കിട്ടി. അതാ അവിടെ അവന്മാരുടെ കണ്ണ് കാണുന്നുണ്ട് എനിക്ക്. അങ്ങോട്ട് നമുക്ക് അധികം പോകണ്ട. ഇപ്പോൾ വേൾഡ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ വേൾഡ് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അതാ ക്രീപ്പർ. അയ്യോ, അതാ കുട്ടി സോംബി. അയ്യോ, ഇവന്മാർക്കൊക്കെ വേറെ പണിയില്ലേ? ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കാൻ നോക്കാം കഴിച്ച. ചാവടാ. ഓക്കെ, അവനെ കൊന്നു. ഇനി അടുത്തവനെ കൊല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറെ കോൾ ഇരിപ്പുണ്ട്. കോൾ എടുത്തിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഇരുട്ടത്ത് കണ്ണ് കാണാതെ വഴി തെറ്റും. അപ്പം ഈ രാത്രി നമുക്ക് ജീവനോടെ തന്നെ രക്ഷപ്പെടേണ്ടി വരും. നമ്മൾ ആരും പേടിയില്ല ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഭക്ഷണമൊന്നുമില്ല. വേഗം എന്തെങ്കിലും പോയി തിന്നാൻ കിട്ടുമോ നോക്കണം. ഓക്കെ, ഇവിടെ കുറേ പന്നിയല്ല, പശുമ്പ് നിൽപ്പുണ്ട്. എല്ലാത്തിനെ കൊന്ന് നമുക്ക് അയ്യോ വേഗം പോയിട്ട് ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് വെച്ച് നമുക്ക് വേഗം ഭക്ഷണം ചൂടണം. അയ്യോ, അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കാം. ഇല്ലെങ്കിൽ അവന്മാർ നമ്മളെ ജീവനോടെ വെക്കില്ല. നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ഒളിച്ച് നിൽക്കാം. അതിൽ ഫർണസ് ഉണ്ടാക്കി ഭക്ഷണം ചൂടാക്കാം. ആരെങ്കിലും വരുന്നുണ്ടോ? അവിടെ കുറെ അയണൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അയണ്ട ആവശ്യമില്ല. അയൺ എടുക്കാൻ പോയാൽ അവന്മാർ പിന്നെയും എവിടെയെങ്കിലുമൊക്കെ അമ്പൂട്ട് കൊല്ലും. ഫുൾ ലൈഫ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പോവാം ഗൈസ്. നമുക്ക് വേഗം പോയിട്ട് അയൺ എടുക്കാം.
ഇതിൻ്റെ അകത്ത് ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ല അയാൾ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ ഞാൻ കുറച്ച് അയൺ കണ്ടായിരുന്നു. അയ്യോ, ഇത് അയൺ അല്ല, പറ്റിച്ചു. അതെവിടെ നിന്നാണ് നമ്പൂട്ടത്? ഓടാ. അയ്യോ, എവിടെ അവനോടെ? അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുറെ കോളും ഉണ്ട്, അത് നമുക്കെടുത്ത് രക്ഷപ്പെടാം. രാവിലെയായി. ഇനി അവന്മാരെ പേടിക്കണ്ട ഗൈസ്. എന്നാലും ഇനി നമുക്ക് പേടിക്കണ്ട, നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാം. നമുക്ക് വേഗം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം. വില്ലേജ് ഇല്ലെങ്കിൽ സ്റ്റാർട്ടർ ബേസ്, അതാണ് നമ്മുടെ ആദ്യത്തെ മിഷൻ. അപ്പോൾ ഏത് വഴി പോവും? നമുക്ക് നേരെ പോവാം. നമ്മൾ സ്പോണായത് ഇവിടെയാണ്. ഇവനൊന്നും പോയില്ലേ? നമ്മളാരാ പേടിക്കുന്നു? ഓക്കെ, ഇനി നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം, അല്ലെങ്കിൽ സ്റ്റാർട്ടർ ബേസ്. ഫസ്റ്റ് നമുക്ക് കുറേ ഭക്ഷണം വേണം. സുഭാഷ് വന്ന് വിളിക്കണ്ടാണല്ലോ ഇപ്പോൾ. അയ്യോ, സുഭാഷ് ഇവിടെ നിന്ന് നമുക്ക് വില്ലേജ് കിട്ടൂല. അടുത്ത ദിവസം രാത്രി നമുക്ക് ഇങ്ങനെ മുട്ടാ ശരിയാവില്ല. എന്താണിത് ഗൈസ്? ഇതാണ് ഈ മൈൻഡ് ക്രാഫ്റ്റിന് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഷീപ്പ് നിൽക്കുന്നുണ്ട്. ഇനി അതിനെ കൊന്നിട്ട് ബെഡ് ഉണ്ടാക്കണം. അവിടെ ബാക്കി ഇവിടെ ഒന്നും ഒരു വില്ലേജ് കാണുന്നില്ല. വില്ലേജ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ ബേസിനുള്ള സ്ഥലം കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒന്നും നടക്കും. ഇതുവരെ നമുക്ക് സ്റ്റാർട്ടർ ബേസിനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും നടന്നിട്ട് എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ്, അടുത്ത രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് വെക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ടർ ബേസിന് വലുതായിട്ട് റിസോഴ്സ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ തൽക്കാലം ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി വെക്കാം.
വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. ഓക്കെ, ഞാൻ ബെഡ് ഉണ്ടാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കാം. ആരത്? അയ്യോ, ഇവനൊക്കെ വെള്ളത്തിലേക്കും വരുന്ന. കറക്റ്റ്. ഓക്കെ, അവന്മാരെ കൊന്നു. നീ എൻ്റെ വീടിൻ്റെ ബാക്കി പണി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീട്ടിൽ ജനൽ വെക്കാനുള്ള കുറേ സ്ഥലം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജനൽ വെക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറേ സാൻഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ്, ആവശ്യത്തിനുള്ള സാൻഡ് ആയിട്ടുണ്ട് തോന്നുന്നു. ഇനി നമുക്കത് ഫർണസ് വെച്ച് ചൂടാക്കി നമുക്കത് ഗ്ലാസ് ആക്കാം. ഓക്കെ, എൻ്റെ ആദ്യത്തെ 3 ഗ്ലാസ് ഞാൻ വെക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 വെച്ചു. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ അവസാനം എൻ്റെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടായി കഴിഞ്ഞു. ഇപ്പം ഞാനത് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് എൻ്റെ സ്റ്റാർട്ടർ ബേസ്. ഞാൻ ചുറ്റിനും വേഗം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതാണിത്. ഇതും ഒരു ഡിസൈൻ. ഇതുവരെ ലുക്കിന് വേണ്ടി അത് ടോർച്ച് ഊരിപ്പോയി. അത് ലുക്കിന് വേണ്ടി. പിന്നെ വീടിൻ്റെ അകത്ത് ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അയ്യോ, സോംബി വരുന്നു.